സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസുമായുള്ള 11 വർഷത്തെ ബന്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന സഞ്ജു ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും റോയൽസിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഈ കടുപ്പമേറിയ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എസ് ബദ്രിനാഥിനെ പോലുള്ള മുൻ കളിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ നീക്കത്തിന് പിന്നിൽ ഒരു വ്യക്തിഗത പ്രശ്നം മാത്രമല്ല, ടീമിന്റെ ഭാവി നയങ്ങളെക്കുറിച്ചുള്ള സഞ്ജുവിന്റെ ആശങ്കകളും ഉണ്ടെന്നാണ് കരുതേണ്ടത്. ടീം മാനേജ്മെന്റ് റിയാൻ പരാഗിനെ വൈസ് ക്യാപ്റ്റനായി ഉയർത്തിയതും സഞ്ജുവിന്റെ അഭാവത്തിൽ പരാഗിന് ടീമിനെ നയിക്കാൻ അവസരം നൽകിയതും ഇതിന്റെ സൂചനകളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ടീമിന്റെ ഭാവി നേതൃത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ഒരു യുവ കളിക്കാരന് പ്രാധാന്യം നൽകി നിലവിലെ ക്യാപ്റ്റനെ മറികടന്ന് ഒരു ഭാവി ക്യാപ്റ്റനെ വാർത്തെടുക്കാനുള്ള ടീമിന്റെ ശ്രമം സഞ്ജുവിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാം. റയാൻ പരാഗിന്റെ അടുത്ത ബന്ധു കൂടിയായ രഞ്ജിത്ത് ബർത്താക്കൂർ ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് ഉള്ളതുകൊണ്ട് തന്നെ പരാഗിന് ലഭിക്കുന്ന ഈ അമിത പ്രാധാന്യത്തിന് പിന്നിൽ സ്വാധീനമുണ്ടെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. കളിയുടെ മികവിനേക്കാൾ മറ്റു ഘടകങ്ങൾ ഒരു കളിക്കാരന്റെ കരിയറിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് ടീമിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ ബാധിച്ചേക്കാം. സഞ്ജുവിനെ പോലെയുള്ള ഒരു മുതിർന്ന കളിക്കാരൻ അത്തരം സാഹചര്യങ്ങളിൽ അതൃപ്തനാകുന്നത് സ്വാഭാവികമാണ്. സഞ്ജു രാജസ്ഥാൻ വിടാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ നിരവധി സാധ്യതകളുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. MS ധോണിയുടെ പകരക്കാരനായി സഞ്ജുവിനെ ചെന്നൈ പരിഗണിക്കുന്നുണ്ടാകാം. എന്നാൽ എസ് ബദ്രിനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ CSKയുടെ ടോപ്പ് ഓർഡറിൽ സഞ്ജുവിനെ എവിടെ ഇടം കിട്ടുമെന്ന ചോദ്യം പ്രസക്തമാണ്. ഋതുരാജ് ഗെയ്ക്വാദിനെ പോലെയുള്ള യുവ ക്യാപ്റ്റനുള്ള ഒരു ടീമിൽ സഞ്ജുവിന് എങ്ങനെ പൊരുത്തപ്പെടാൻ സാധിക്കുമെന്നതും ഒരു പ്രധാന ചോദ്യമാണ്. മറ്റു ടീമുകളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചേക്കാം. ഈ ടീമുകൾക്ക് ഒരു ക്യാപ്റ്റൻ സ്ഥാനവും ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന്റെ റോളും നൽകാൻ സാധിക്കും. അത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച നീക്കമായിരിക്കും. സഞ്ജുവിനെ പോലെ കഴിവുള്ള ഒരു കളിക്കാരന് ഒരു ടീമിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്നത് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ കാര്യമാണ്. ഒരു കളിക്കാരന്റെ മൂല്യം അവന്റെ കഴിവിനെ മാത്രം ആശ്രയിച്ചുള്ളതല്ല, മറിച്ച് ടീമിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നയങ്ങളിലും കൂടി അത് അധിഷ്ഠിതമായിരിക്കും എന്നതിന്റെ സൂചന കൂടിയാണ് ഈ സംഭവം. രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് സഞ്ജുവിന്റെ തീരുമാനത്തെ എങ്ങനെ സമീപിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്നും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.